തൊലി ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ തൊലിക്കും തടിക്കും ഇടയിലുള്ള ഒരു മാംസളമായ ഭാഗമുണ്ട്, അത് പൂർണ്ണമായിട്ടും ചെത്തിക്കളഞ്ഞു. അത് അല്പം കയറി നിൽക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും തൊലി വന്ന് മൂടും, നമ്മുടെ ഗ്രാഫ്റ്റിങ് പരാജയപ്പെട്ടു പോകും. പതി വെക്കുകയാണെങ്കിൽ നമുക്ക് മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ചെടി ഉത്പാദിപ്പിക്കാൻ പറ്റും. അരിവായി ക്ലിപ്പിച്ചാൽ ചിലപ്പോൾ ഗുണം വ്യത്യസ്തമായിരിക്കാം, ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം. ഇത് മാതൃവൃക്ഷത്തിൻ്റെ ഗുണങ്ങൾ 100% അവർ ഉറപ്പായിട്ടും കിട്ടും. ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ചകിരി ചുറ്റുകയാണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മറ്റേ പിടിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് അതിന് മുകളിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി എന്തെങ്കിലും അതങ്ങ് അഴിച്ചു മാറ്റി നേരെ മണ്ണിലേക്ക് വെക്കാൻ പറ്റും. അതിന് വേര് ഒട്ടും ക്ഷതം ഉണ്ടാക്കിയല്ല. ഇതിപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് മാറ്റി വേറെ നമ്മൾ മറയ്ക്കുമ്പം വേരിന് ക്ഷതം ഉണ്ടാവും. പക്ഷെ അവിടെയും വേരില്ല. അവിടുത്തെ വേര് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് ആകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. അതില്ല, ഇതിന് മുകളിലേക്ക് വേരായിട്ടുണ്ട്. അതെ, ഇനി അത് എവിടെ നടുവ അല്ലേ? കൂടങ്ങ് മാറ്റിയിട്ട്. അതെ, താഴത്തെ ഭാഗത്ത് കട്ട് ചെയ്ത് കളയുന്ന വല്ലതും ഉണ്ടോ? ഇല്ല. ഇതാണ് വേര് പിടിച്ചിരിക്കുന്നത് അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ കടപ്ലാമറ്റം പഞ്ചായത്തിലെ താമസക്കാരനായ മാധവത്ത് ജോസേട്ടൻ്റെ വീട്ടിലാണ്. ജോസേട്ടന് ഒരു ചെടിയിൽ പതി വയ്ക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ കാണിക്കുന്നത്. ജോസേട്ടൻ ഇതെന്ത് ചെയ്യുക? ഇത് നമ്മൾ പതി വെക്കാനുള്ള മിശ്രിതം ഉണ്ടാക്കുക, ചെടികളുടെ കമ്പ് വേര് പിടിപ്പിക്കാനുണ്ട് ചെടികളിൽ. ഈ പതി വെച്ച് അത് നമുക്ക് എളുപ്പമുണ്ടോ? അത് തന്നെ അതിനെക്കുറിച്ച് വേര് പിടിച്ച് കിട്ടും. അതെ, ആ കമ്പിൽ വേര് നോക്കി കഴിഞ്ഞാൽ ചെടി പിടിച്ച് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് കേട്ടാൽ വേര് പിടിക്കുകയാണെങ്കിൽ വേര് കിളുത്ത് വരികയാണെങ്കിൽ അത്തെ തന്നെ നിർത്തി വയ്ക്കും അല്ലേ? അതിനാണ് പതി വെക്കാന്ന് പറയുന്നത്. അപ്പം ഇത് അതിന് വേണ്ടിയുള്ള മിശ്രിതമാണ് അല്ലേ? ഈ കമ്പയിൽ വെച്ച് കിട്ടിയ വേണ്ടി. ഇപ്പം നമ്മൾ എത്തല ഈ പതി വെക്കുന്ന എന്ത് മൾബറി ചെയ്യും അല്ലേ? ഇത് വെള്ളം കൂട്ടിയാണോ? വെള്ളം വേണം അല്ലേ? നനവ് വേണം അല്ലേ? ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ. മതിയാവോ? കൂടുതൽ വെള്ളം ആകാനും പാടില്ലേ? ഇല്ല. ഇതിനകത്ത് മണ്ണ് ചേരുന്നുണ്ടോ? നല്ല വളക്കൂറുള്ള മണ്ണ്, അതാണ് ഏറ്റവും പ്രധാന സംഗതി. വളക്കൂറുള്ള മണ്ണ് വേണം അല്ലേ? പിന്നെ ചിലപ്പോൾ ചാണകപ്പൊടി സ്വല്പം. പിന്നെ കുറച്ച് നമ്മുടെ കൊക്കോപ്പിറ്റുള്ള മറ്റേ ചകിരിച്ചോറ്, ആ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ സംഗതി ഓക്കെ. ഇനി നമ്മൾ കൂട്ടി നിറയ്ക്കും അല്ലേ? പ്ലാസ്റ്റിക് കൂടെ അല്ലേ? അപ്പോൾ ഈ മിശ്രിതം കൂട്ടിലേക്ക് ആക്കുന്നു. ഈ മൾബറിയല്ലേ ചെയ്യുന്നല്ലേ? ഇതിന് ഈ മൾബറിയുടെ പ്രത്യേകത എന്താ? ഇതിൻ്റെ പ്രത്യേകത ഒരു മിനിമം 10 സെൻറ്റിമീറ്റർ നീളമുണ്ട് കായ്ക്ക്. 10 സെൻറ്റിമീറ്റർ? അത് ശരി. ഇത് കൂടുതൽ വന്നേക്കാം ചിലപ്പോൾ. പക്ഷെ ഇത് വലിയ മരമാകും തോന്നുന്നു അല്ലേ? അത് വലിയ മരമാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബ്രൗൺ ചെയ്ത് നിർത്തിയാൽ ചെറുതായിട്ട് നിൽക്കുമോ? അല്ല, അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. ഒരു വർഷം ബ്രൂൺ ചെയ്യാതെ തന്നാൽ സംഗതി ഒരു 5 മീറ്ററിന് മുകളിൽ പൊങ്ങിപ്പോവും. ബ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ കാ കൂടുതൽ ഉണ്ടാവുമോ? ഉണ്ടാവും. നമ്മൾ ആ കമ്പയിലാണോ ചെയ്യുന്നത്? ഏത് കമ്പാ വേണമെന്നുള്ളത് നോക്കണം. ആദ്യം എന്നാ ചെയ്യുന്നത്? ആദ്യം ഒന്ന് വരയണം, കുറുകെ ഒന്ന് വരയണം. ഒരു വട്ടത്തിൽ അതൊരു മിനിമം ഒരു 1/2 ഇഞ്ച് വീതി ഉണ്ടായിരിക്കണം. അത് 2 തൊലി പൊളിച്ചളയാ അല്ലേ? തൊലി പൊളിക്കണം. ഇത്രയും വണ്ണമെങ്കിലും വേണം അല്ലേ? അല്ല, ഒരു പെൻസിൽ കൊണ്ടായാലും മതി. പിടിക്കാൻ എളുപ്പം ഏതാ? ഒരു ചെറുവിരലിൻ്റെ വണ്ണം മുതൽ അല്ല മുളയ്ക്കുള്ളും പിടിക്കും. ഇത് എത്ര ദിവസം വേണം ഇത് വേരെടുത്ത് വരണമെന്നുണ്ടെങ്കിൽ? അത് ഓരോ ചെടികൾക്കും വ്യത്യസ്തമായിരിക്കും.
എങ്കിലും സംഗതി പറഞ്ഞാൽ ഇപ്പം നാരകമാണെങ്കിൽ ഒരു 45 ദിവസം മുതൽ 60 ദിവസം വരെ മതിയാവും. മതി. മൾബറിക്കൊക്കെയോ? വേറെയാണെങ്കിലും സംഗതി ഒരു 60 ദിവസം ഓക്കെയാണ്. പിന്നെ നമ്മൾ കപ്പളം പതി വെച്ചാൽ മിനിമം ഒരു 90 ദിവസം വേണ്ടി വരും. കപ്പളം പതി വെക്കാം അല്ലേ? കപ്പളം പതി വെക്കാം. ഇത് ഏത് കാലാവസ്ഥയിൽ പതി വെക്കണം അങ്ങനെയല്ലോ ഉണ്ടോ? മഴയുള്ളപ്പം വെക്കുന്നതാണ് നല്ലത്. വേനൽക്കാലത്ത് ഈ ഇടയ്ക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരും. അടഞ്ഞ മഴയാണെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഇല്ല. ഇതെല്ലാം നന്നായിട്ട് നമ്മൾ മൂടി കെട്ടിയാണോ വെക്കുന്നത് അല്ലേ? അതെ. വേര് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചെടികളെയാണ് നമ്മളിങ്ങനെ പതി വെക്കുന്നത്. അതെ അതെ. ഇതിനൊക്കെ ബഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാമല്ലോ. ചെയ്യാം. അതിനുള്ള സമയവും സൗകര്യം ഉണ്ടായിരിക്കണം. സാധാരണ ഈ മൾബറിയുടെയൊക്കെ തൈയാണോ അല്ലെങ്കിൽ കമ്പാണോ നടുന്നത്? സാധാരണ മൾബറിയുടെ കമ്പ് വെട്ടിക്കുത്തിയാൽ മതി. പക്ഷേ ഇതിൻ്റെ കമ്പ് വെട്ടിക്കുത്തിയാൽ പിടിക്കില്ല. അതുകൊണ്ടാണ് പതി വെക്കുന്നത്. അതെ അതെ. അതിൻ്റെ മാംസമായിട്ടുള്ളത് മുഴുവൻ ചീക്കളയണം അല്ലേ? തൊലി ചെത്തിക്കളഞ്ഞിട്ട് അതിൻ്റെ തൊലിക്കും തടിക്കും ഇടയിലുള്ള ഒരു മാംസമായ ഭാഗമുണ്ട്, അത് പൂർണ്ണമായിട്ടും ചെത്തിക്കളയും. അത് അല്പം കയറി നിൽക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും തൊലി വന്ന് മൂടും. നമ്മുടെ ഗ്രാഫ്റ്റിങ് പരാജയപ്പെട്ടു പോകും. തണ്ടും ഇച്ചിരി ആഴത്തിൽ മുറിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? ഇല്ല. അതായത് തടി ഒടിഞ്ഞു പോകാൻ നോക്കണം. നമ്മുടെ കമ്പ് ഒടിഞ്ഞു പോകാതെ അല്ലേ? അതിന് വല്ല സപ്പോർട്ട് വരാൻ കൊടുത്താൽ മതിയായിരിക്കും. അല്ല, ഇതിനങ്ങനെ മറ്റേ തടി പരിക്കേൽക്കുന്നില്ല, പിന്നെ തടി ഒടിഞ്ഞു പോവുകയല്ല. തൊലി മുഴുവൻ പോയാൽ നോക്കുന്നല്ലേ? അതെ. തൊലി അവിടെ നിൽപ്പുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോക്കോളും. പൊളിച്ച് കളഞ്ഞാൽ പരാജയപ്പെടും. കറ്റാർവാഴയുടെ ജെല്ല് തൂത്ത് പിടിപ്പിക്കുക അല്ലേ? അതെ. അതെന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? വേര് കിളുക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഈ കറ്റാർവാഴയുടെ ജെല്ലിന് അത് ആ ഭാഗത്ത് വേര് മുളയ്ക്കാൻ സാധ്യത ഉണ്ടല്ലേ? അശിവള്ളി വലിച്ചു കിട്ടും അല്ലേ? വെച്ച് കിട്ടും. ഒരു കാരണവശാലും തൊലി വന്ന് മൂടരുത്. അതിന് വേണ്ടിയാ. അതെ. തൊലി വന്ന് മൂടിയാൽ നമ്മുടെ പരിപാടി പരാജയപ്പെടും. ഇനി തൊലി വന്ന് മൂടിയതാ അല്ലേ? ഇല്ല. ഇനി കൂടിനകത്ത് നിറച്ചിരിക്കുന്ന മിശ്രിതവും എടുത്ത് അങ്ങോട്ട് വെക്കുകയാണോ? പൊട്ടിക്കണത്? കട്ട് ചെയ്യണം, കീറണം. ചില ആളുകൾ തുണിക്കകത്ത് ചെയ്യല്ലേ ഇത്? തുണിക്കകത്ത് പരാജയപ്പെട്ടു പോകും. ചകിരിച്ചോറ് ചകിരി ചേർത്തിട്ട് ചകിരിക്കകത്ത് പ്ലാസ്റ്റിക്കിനകത്ത് ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത്? എളുപ്പം ഇതാ. ഈ മഴയിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ചകിരിക്കകത്താണ്. ചകിരി ചുറ്റുകയാണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പിടിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് അതിന് മുകളിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി എന്തെങ്കിലും അതങ്ങ് അഴിച്ചു നേരെ മണ്ണിലേക്ക് വെക്കാൻ പറ്റും. അതിന് വേര് ഒട്ടും ക്ഷതം ഉണ്ടാക്കിയല്ല. ഇതിപ്പം നമ്മൾ ഈ പ്ലാസ്റ്റിക് മാറ്റി വേറെ നമ്മൾ മറയ്ക്കുമ്പം വേരിന് ക്ഷതം ഉണ്ടാവും. അതുകൊണ്ട് ചകിരിയാണ് ഏറ്റവും നല്ലത് അല്ലേ? ഏറ്റവും നല്ല ചകിരിയാണ്. അതായത് വേര് പിടിക്കേണ്ട ഭാഗത്താണിത് വെച്ച് കൊടുക്കേണ്ടത്. അതെ. ഇപ്പം മുകളിലത്തെ ഇതിലെ വെള്ളം ഇറങ്ങാൻ സാധ്യതയില്ലേ? എല്ലാം ചുറ്റിക്കെട്ടി കഴിയുമ്പോൾ അത് ഇറങ്ങാനുള്ള സാധ്യതയില്ല. ഇല്ല അല്ലേ? അല്ലെ തന്നെ നമുക്ക് പിന്നെ വേറൊരു കവർ കൊണ്ട് നമുക്കൊന്ന് പൊഞ്ഞ് കിട്ടിയാൽ മതിട്ടോ. ഇതിന് ചുറ്റിനും. അതെ. ഈ പ്ലാസ്റ്റിക് ആകുമ്പോൾ ആവിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, ആവിക്കുന്നില്ല. ഇല്ല. ഇതിനകത്ത് ഈർപ്പമുണ്ടല്ലോ. നന്നായിട്ട് ടൈറ്റാണോ? സാമാന്യം.
അമിതമായിട്ട് ടൈറ്റ് ആയതിനാൽ ഇതിനകത്ത് വേറെ ഓടാൻ ബുദ്ധിമുട്ടില്ലേ. ആ അത് ശരിയാ. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഇതിനകത്ത് മൂടിപ്പോല്ലേ? ആ കട്ട് ചെയ്ത് മൂടി പോകാന്നുള്ളതേ ഉള്ളൂ. അതിന് മുകളിൽ നിൽക്കണം. അതെ, അതിന് മുകളിൽ വരണം. താഴോട്ട് മുകളിൽ നിന്നുള്ള പാത്രത്തിൽ നമുക്ക് വേറെ ഇറങ്ങി വരുന്നത്. താഴോട്ട് വരാൻ പാടില്ലല്ലോ. ഇല്ലില്ല. താഴോട്ട് വന്നു കഴിഞ്ഞാൽ വേര് താഴോട്ട് പിടിക്കല്ലേ? അതെ. അപ്പം കട്ട് ചെയ്തതിൻ്റെ മുകളിൽ നിൽക്കണം. അതെ. പൊതി കെട്ടി കഴിഞ്ഞല്ലേ? ഈ വേറെ ഷീറ്റ് വെച്ച് പൊതി കിട്ടിയാൽ മതി. ആ പൊതിഞ്ഞ് കയറണം, വെള്ളം ഇറങ്ങാതെ. അതെ, അതിപ്പോൾ ഇത് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ പതുക്കെ ചെയ്താലും മതി. അതെ. 2 മാസം മുമ്പ് ഒരു പേരയുടെ കമ്പിൽ പതി വെച്ചതാ. അത് അഴിക്കാറായോ? അഴിക്കാറായി അല്ലേ? നമുക്കത് പുറമേന്ന് എങ്ങനെ അറിയാൻ പറ്റും? വേര് തോന്നുന്നുണ്ടോ? ആ ഇത് വേര് വന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാം അല്ലേ? അഴിച്ചിട്ട് ഇത് നടാം. അതെ. ഇതേത് ഇനം പേരയാ? ഇതവർ ഇന അറിയില്ല, പക്ഷേ നല്ല പേരയ്ക്കാണ്. ഒത്തിരി വലുതാകില്ല അല്ലേ? ഒത്തിരി വലുതാകുന്നില്ല. നല്ല സ്വാദാണ് പേരയ്ക്ക. ഇത്രേ വളരുള്ളോ? ആയിരിക്കില്ല, കുറച്ച് വളരുമായിരിക്കും. കായ ഉണ്ടായതാണിത്? ഉണ്ടായതാ. നമുക്ക് കഴിച്ചാലോ? കഴിച്ചേക്കാം. ഇത് 2 മാസം എടുത്തു അല്ലേ? അതെ. അവിടെ വെച്ച് കട്ട് ചെയ്യണോ? കട്ട് ചെയ്യുക. ആ ഇനി ഇത് കൊണ്ടുപോയി നടുവാണല്ലോ അല്ലേ? അവിടെ ശ്രദ്ധ കയറ്റാനും കുഴപ്പമില്ലല്ലോ. ഇല്ല, ഒടിച്ച് വേണമെങ്കിൽ എടുക്കാം അല്ലേ? ഒടിച്ചെടുക്കാം. കൂടുതലാക്കിയേക്കാം. കൂടെ വെച്ച് ഇത് ഒന്ന് പിന്നെ പുതിയ തളുപ്പുണ്ടായതിന് ശേഷമല്ലേ മാറ്റി വെക്കത്തുള്ളൂ? അതെ, അല്ലെങ്കിൽ നേരെ മണ്ണി നടാൻ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഉണ്ടോ? ഇത് നമ്മുടെ മണ്ണ് താഴ്ത്തു ഭാഗത്ത്, പക്ഷെ അവിടെയും വേരില്ല. ഇല്ല, അവിടുത്തെ വേര് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അതാകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. അതില്ല, ഇതിന് മുകളിലേക്ക് വേരായിട്ടുണ്ട്. അതെ. ഇനി അതേ ഇവിടെ നടുക അല്ലേ? കൂടെ അങ്ങ് മാറ്റിയിട്ട്. അതെ. താഴത്തെ ഭാഗത്ത് കട്ട് ചെയ്ത് കളയുന്ന വല്ലതും ഉണ്ടോ? ഇല്ല. ഇതാണ് വേര് പിടിച്ചിരിക്കുന്നത് അല്ലേ? പൊതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വേര് പിടിപ്പിച്ച് പിന്നെ കൂടയിലോ അല്ലെങ്കിൽ നിലത്തേക്ക് വേണമെങ്കിൽ നടാം. നേരെ കൂടെ നടാൻ പറ്റും. നേരെ നടുന്നതിലും നല്ലത് കൂടെ നട്ടിട്ട് അത് ഒരു ഇച്ചിരി വളർന്നതിന് ശേഷം നിലത്തേക്ക് നടുന്നതായിരിക്കും അല്ലേ? ആയിരിക്കും. നമുക്കൊരു നോട്ടം കിട്ടും. ഇനി മണ്ണ് ഊരിയിട്ടാൽ മതി. തലയ്ക്കും കണ്ടിച്ചെല്ലാം നിർത്തണം. കണ്ടിച്ച് നിർത്തുകയാണെങ്കിൽ മുള വേറെ വരും അല്ലേ? ഇതാകുമ്പം പെട്ടെന്ന് കായ്ക്കായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതി വെക്കുകയാണെങ്കിൽ നമുക്ക് മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ചെടി ഉത്പാദിപ്പിക്കാൻ പറ്റും. അരിവായി ക്ലിപ്പിച്ചാൽ ചിലപ്പോൾ ഗുണം വ്യത്യസ്തമായിരിക്കാം, ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കാം. ഇത് മാതൃവൃക്ഷത്തിൻ്റെ ഗുണങ്ങൾ 100% അതിന് ഉറപ്പായിട്ടും കിട്ടും. ഈ ബഡ് ചെയ്യുമ്പോഴും അത് തന്നെയല്ലേ? അതെ. പിന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും അതെ, അത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. നന്ദി.